ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഹെമ്മിങ് ചെയ്യാന്നുള്ളതാണ്. അതായത് ചുരിദാർ ടോപ്പിൻ്റെ കഴുത്ത് പീസ് ചെയ്യാവുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഹെമ്മിങ് അറിയാത്തവർക്കായിട്ട് ഹെമ്മിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്നത് പല സ്ഥലത്തും ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവാനും നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കാണാനും ഒക്കെ ഹെമ്മിങ് ആണ്. മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത്, അതുപോലെ സാരി ബ്ലൗസിൻ്റെ കൈയിൻ്റെ അടിവശം, സാരി ബ്ലൗസിൻ്റെ ബാക്ക് പീസിൻ്റെ അടിവശം, ഇതൊക്കെ പിന്നെ അതുപോലെ സിൽക്ക് സാരീൻ്റെ ബ്ലൗസൊക്കെ അതിനൊക്കെ നിർബന്ധമായിട്ടും ഹെമ്മിങ് തന്നെ ചെയ്യേണ്ടതാണ്. എന്നാലേ നല്ല ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ആദ്യമായിട്ട് നൂലിങ്ങനെ രണ്ടായിട്ട് കോർത്ത് അതിൻ്റെ അടിവശത്ത് ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം തുണി നമ്മൾ ഈ മോശം വശത്തേക്കായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട്, ഇപ്പോൾ അരി കടിക്കുന്ന പോലെ തന്നെ 2 പ്രാവശ്യം മടക്കണം ഹെമ്മിങ് ചെയ്യുമ്പോഴും. എന്നിട്ട് ഒന്നുകിൽ ഇപ്പോൾ താഴ്ന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ ഏത് ഭാഗത്തേക്കായാലും കുഴപ്പമില്ല, നമുക്ക് ഏതാ കംഫർട്ടായി തോന്നുന്നത്. എനിക്കിങ്ങനെ അതായത് മുമ്പിൽ നിന്ന് ബാക്കിലോട്ട് വരുന്നതാണ് കുറച്ചുകൂടി കംഫർട്ടായി തോന്നുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുമ്പോൾ ചെറിയ ഒരു നൂലിനെ കുത്തുന്ന പോലെ ആയിരിക്കണം. അതായത് നമ്മൾ അതിൻ്റെ അടിവശത്ത് നോക്കിയാൽ ഒരു പോയിൻ്റ് അത്രേ കാണാൻ പാടുള്ളൂ. അങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച്, അതാണ് ഏറ്റവും നല്ല ഒരു ഗ്യാപ്പ്. അഥവാ മാക്സിമം പോയാൽ 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ചിൻ്റെ ഇടയിൽ ഒക്കെ ആയിട്ട് കുത്താം. കാരണം കൂടുതൽ ഗ്യാപ്പ് വന്നാൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല, കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ തന്നെ വീണ്ടും കുത്തിയെടുക്കുക. അപ്പോൾ കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിന് ചെറിയൊരു പോയിൻറ്റിനെ മാത്രം, ഒറ്റൊരു നൂലിനെ കുത്തിയെടുക്കുന്ന പോലെയാണ് കുത്തേണ്ടത്. അതായത് അടിവശത്ത് നോക്കിയാൽ ഒരു പോയിൻറ്റ്, ഒരു കുത്ത് അത്ര മാത്രമേ കാണാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് തന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു പോവാം. അപ്പം ഇടയിൽ നിന്ന് നൂല് തീർന്നെങ്കിൽ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ഒന്ന് സൂചിൻ്റെ തലയിൽ കൂടി ഒന്ന് ചുറ്റിയിട്ട് അത് കെട്ടിട്ട് പോലെ ആക്കിയെടുത്തിട്ട് വീണ്ടും നൂല് കോർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഫുള്ള് ഈ കോർത്ത നൂല് ഫുള്ളിനും തികഞ്ഞിട്ടില്ലെങ്കിൽ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് തന്നെ കുത്തി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിവശത്ത് നോക്കണം. കാരണം അതിൻ്റെ ആ ഒരു കുത്ത് വലുതാകുന്നുണ്ടോ കൂടുതലായി പോകുന്നുണ്ടോ എന്നുള്ളത്. ഇനിയിപ്പം ഇങ്ങനെ തന്നെ കുത്ത് എടുത്താൽ തന്നെ ഹെമ്മിങ് ചെയ്യുന്ന ആ ഒരു ഫലം കിട്ടി. പക്ഷേ എങ്കിലും കുറച്ചും കൂടി സ്ട്രോങ് ആവാനും കുറച്ചും കൂടി നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി എന്നിട്ട് അതിൻ്റെ നൂലിൻ്റെ മറ്റേ അറ്റം, അതായത് സൂചിൻ്റെ അറ്റത്ത് നിൽക്കുന്ന നൂലിൻ്റെ എല്ലാം ഇപ്പുറത്തെ സൈഡിൽ ഈ നൂല് അതായത് ഈ നൂല് സൂചിൻ്റെ തലപ്പത്തുകൂടി ഒന്ന് ചുറ്റിയെടുക്കുക. അങ്ങനെ ആക്കുന്നത് കുറച്ചും കൂടി നല്ല ഒരു ഫിനിഷിങ് കിട്ടാനും ആ സ്റ്റിച്ച് ഒന്ന് സ്ട്രോങ് ആവാനും നല്ലതാണ്. അതും ഈ ഗ്യാപ്പ് അതേപോലെ തന്നെ ഒരു 1/4 ഇഞ്ചിൻ്റെയും 1/2 ഇഞ്ചിൻ്റെയും ഇടയിലായിരിക്കണം ഗ്യാപ്പ്. അങ്ങനെ ഈ സൂചിൻ്റെ തലപ്പത്തുകൂടെ ചുറ്റിയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഓരോ സ്റ്റിച്ചിനും ഒരു കെട്ടിട്ട പോലെയുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബാക്കിൽ ശ്രദ്ധിക്കുക. ഒരു പോയിൻ്റ്, ഒരു കുത്ത് അത്ര മാത്രമേ അതിൻ്റെ പുറകുവശത്ത് കാണാൻ പാടുള്ളൂ. മാത്രമല്ല സെയിം കളർ നൂലായിരിക്കണം ഹെമ്മിങ് ചെയ്യാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് വൈറ്റിന് ബ്ലാക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ച് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ സെയിം കളറിലായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചുരിദാർ ടോപ്പിൻ്റെയൊക്കെ കഴുത്ത് പീസ് ചെയ്താൽ അത് നല്ലൊരു വൃത്തിയും നല്ലൊരു ഫിനിഷിങ്ങും ഉണ്ടാവും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.